മണിയായിപ്പോൾ നൂഡിൽസിൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ഇരിക്കില്ല അത് ഉണ്ടാക്കാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ ഇതിലാണ് അത് കരിയുന്നത്. അപ്പോൾ സവാള ഞാൻ കറിയിലേക്ക് അരിഞ്ഞ് വെച്ച് എൻ്റെ ബാക്കി ഇരിക്കണുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഇന്ന് സ്വന്തമായിട്ട് അവൾ എനിക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ്. എന്നോട് ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞു. ക്യാരറ്റിന്റെ മൂട്ടിൽ അവള് കത്തി വെച്ചു അവസാനമായപ്പോ സൂത്രക്കാരി. അപ്പോൾ നമുക്കിങ്ങനെ ആകാൻ എളുപ്പമുണ്ടല്ലോ. അങ്ങനെ ഇതിലതേ ഒരു ക്യാരറ്റ് അരിഞ്ഞു, ഒരു ചെറിയ സവാള കുനുകുനാന്ന് അരിഞ്ഞു കേട്ടോ. അങ്ങനെ അരിഞ്ഞു. ഇതേ തക്കാളി അരിയണം. അപ്പോൾ ക്യാരറ്റ് പിന്നെ സവാള തക്കാളി കേട്ടോ. വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. പിന്നെ ഗ്രീൻ ബീൻസിൻ്റെ കറി ഇരിക്കണ്ടായിരുന്നു. അത് വേണ്ടേ? വേണമെങ്കിൽ അതിന് 2 മണി ഇട്ട രസമുണ്ടോ? വേണമെങ്കിൽ വേണ്ട. ഇനി നമുക്ക് മുട്ട സെറ്റ് ആക്കണം. ഒരു 3 മുട്ട എടുത്തിട്ട് കിടാവ് കപ്പിലിട്ട് ഫിസ്ക് ഇതിൽ ഫിസ്ക് അതുകൊണ്ടൊന്ന് ആക്കി വെച്ചു, സെറ്റാക്കി വെച്ചു. ഈ മുട്ട നമ്മളെ ഇതിലവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. പൊരിച്ച് അതിലിട്ട് കൊടുക്കാം. അപ്പൊ ഇന്ന് അതിന് ഗ്രീൻ ബീൻസ് കറിയിൽ നിന്ന് 2 എടുത്ത് ഇട്ടുണ്ട് കേട്ടോ. ഞങ്ങള് വായിക്കാനുണ്ട് കാലത്ത് ഗ്രീൻ ബീൻസ് ആണ് കറി വെച്ചത്. അപ്പൊ അവള് ആ ചട്ടിയിൽ കറി മാറ്റിയപ്പോ അതിലങ്ങ് ഉണ്ടാക്കാൻ പറ്റിയതാണ്. 2 മണി അതിലിട്ട് ഗ്രീൻ ബീൻസ്. അപ്പൊ ബാക്കിയുള്ള ക്യാരറ്റും അതൊക്കെ ഇട്ട് വഴറ്റുണ്ട്. വഴറ്റി വന്നു തുടങ്ങി. അപ്പൊ ഇന്നത്തെ പാചകക്കാരി എന്നെ അടുക്കളയില് ദില തന്നെയാണ്. ദില വെച്ച് ദില കണ്ട. അപ്പൊ ദില ഇനി പണി കയറ്റിയാ ഞാൻ ദില ചെയ്യുമ്പോ അവരെ പോലെ ഇനി ഞാൻ കഴിക്കാനാണ് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു. അവളോട് പറയണമെന്ന് പറഞ്ഞു. അവിടെ എൻ്റെ എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞു. അത് കാരണം ഞാൻ അവൾക്ക് സഹായിക്കുന്നു നിൽക്കുന്നു. മുട്ടയുടെ അറിയാം. നടുകുഴിയത് ഓ ഇതേ വരും 2 സൈഡിലേക്ക് മാടി ഒരു നടുവിൽ കുഴിയേക്കും. അങ്ങനെ വെളിച്ചെണ്ണ മാത്രമാണ്. ആ വെളിച്ചെണ്ണ അതിൽ കട്ടുന്നിട്ട് മുട്ടയൊക്കെ നന്നായി അകത്തി വെച്ചു. ഈ സവാളയൊക്കെ അകത്തി കണ്ട അവിടെ മുട്ട വയ്ക്കുന്ന സ്ഥലം ഉണ്ടാവും. കുട്ടികൾക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ? അങ്ങോ നീ വെച്ചു ആ വെളിച്ചെണ്ണയ്ക്ക് അത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേവാവുന്നോട് കൂടിയിട്ട് ആക്കിയാൽ മതി. നന്നായിട്ട് വരച്ച് വെച്ചിട്ടോ. അപ്പോൾ നമ്മൾ മുട്ടേരെ ന്യൂഡിൽസിക്കുള്ള എല്ലാ സംഭവവും ശരിയായിരിക്കും. മല്ലിയില ഞങ്ങളുടെ നേരത്തോട് കൂടി കഴിഞ്ഞിട്ട് അത് ഞങ്ങളത് ഇടുന്നില്ല. ഇനി ഇതേ ഇതില ന്യൂഡിൽസിൻ്റെ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ടുണ്ട്, ഇതിൻ്റെ ഉള്ളിൽ ഉപ്പിട്ടുണ്ട്, മുളക് ഇട്ടുണ്ട് കുറച്ച്. ഇതിൻ്റെ ഉള്ളില് ഉപ്പും വെള്ളവും മുട്ട മതി. വലിയ കുറച്ചിൽ വേണ്ട. ഇതിലുണ്ടല്ലോ മുക്കി മൂളി വറുത്താലും പറയുന്നില്ല. വെള്ളമൊക്കെ സെറ്റായി പൊട്ടിക്കാണ്ടിട്ട് അങ്ങനെ തന്നെ ഇടുക. എന്നിട്ട് ആയത്തിൽ അടർത്താൻ പാടല്ലോ. അങ്ങനെ ഇടും കേട്ടോ. പൊട്ടിച്ചിടരുത്, വെള്ളത്തിടും കേട്ടോ. ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുത്താൽ കവറെടുക്കാം. ശരിഞ്ഞോ. അപ്പോൾ നൂഡിൽസ് ഉള്ളത് നോക്കുമ്പോഴത്തേക്കില്ല അതിൽ തിളച്ച വെള്ളത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതൊന്ന് പതുക്കെ വെന്ത് വരട്ടെ കേട്ടോ. മതി. അപ്പോൾ തിളക്കരുതില്ല. എന്നിട്ട് അടർത്താം. നമ്മളങ്ങനെ കുത്താൻ പാടില്ല. ആകെ പൊടിയും. അപ്പോൾ തന്നെ ഇതിലേറെ നൂഡിൽസ് തിളച്ചു ഒന്ന് ഒലർത്തിക്കുക. ഇതിൽ ഒറ്റപ്പെടാനായിട്ടേ ചെറുതാക്കി ഒലർത്തി കൊടുക്കും. അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് നന്നായിട്ട് ഇങ്ങനെ ഒലർത്തുകയെ ഇങ്ങനെ കണ്ടോ. അങ്ങനെയാണ് കണ്ടോ. വെന്തൊടുങ്ങിയിട്ട് നമ്മുടെ നൂഡിൽസ് വെന്തൊടുങ്ങി. അപ്പോൾ തന്നെ ഇനി നമ്മൾ നൂഡിൽസ് സെറ്റായതൊന്ന് വെള്ളം ഊറ്റി കളയാം കേട്ടോ. ഇത് വയ്ക്കിയതില്ല വയ്ക്കുന്നത്. അപ്പോൾ വെള്ളം ഇത് നമുക്ക് ഊറ്റി കളയാം. സെറ്റാക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് വാലിട്ട് കേട്ടോ. അത് വാലിനനുസരിച്ച് ആ 2 സ്പൂൺ അവിടെ ഇരിക്കുന്നില്ല. അവിടേക്ക് ആ സ്പൂണോട് അത് ഇങ്ങനെ ഒറ്റയ്ക്ക് ആ ഡ്രസ്സിലുണ്ടാവും. വെള്ളം മാറുന്നു കൊട്ടില്ല. നൂഡിൽസിൻ്റെ വെള്ളം ചൂടുള്ള കാരണം ഞാൻ അവൾക്ക് അത് ഒഴിക്കാൻ സഹായിച്ചു കൊടുത്തിട്ടോ. അപ്പോൾ ഇതിൽ സെറ്റ് ആക്കണത് ഇവിടെ. അപ്പം ഇനി ഇതിൽ മസാല അതിൽ പൊടിച്ചിട്ട് കേട്ടോ. ഇപ്പം ആദ്യം ചെയ്യുന്ന ആൾ പറയുക ഞാൻ അതിലേക്ക് ഈ പാക്കറ്റ് മസാല പൊട്ടിച്ചിടുന്നുണ്ടെന്ന്. മുഖം കാണില്ലല്ലോ ഇതിലേക്ക്. 3 പേർക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് 3 പാക്കറ്റ് നമ്മൾ പൊട്ടിച്ചത്. പറയുക വലുതവരോട് നന്നായിട്ട് ഇങ്ങനെ പാചകം ചെയ്യുമ്പോൾ കിടുക്കിടുക്കിടുന്ന് വർത്താനം പറയണമെങ്കിലേ പറയേ. ഇനി നമുക്ക് ഇത് ഇതിലിട്ട് മിക്സ് ആക്കാം. പറയാ അങ്ങനെ പറയേ.
ഓണാക്കിട്ടെ ഓണാക്കിക്കോ. ഓണാകും. അപ്പോൾ ദേ നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കി തീറ്റ കഴിഞ്ഞിട്ടോ സൂപ്പറായി ഉണ്ടായിരുന്നു കേട്ടോ. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അത് നൂഡിൽസ് പൊട്ടിയെടുക്കണ്ടായിരുന്നു കുറേ. അത് കാരണമാണ് കേട്ടോ പാക്കറ്റിൽ നിന്ന് പൊട്ടിയിട്ട് എടുക്കണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. സാധനം ഒന്നും കുഴപ്പമില്ല. നീളത്തിൽ കിട്ടാഞ്ഞത് ഞങ്ങൾക്ക് അത് പൊട്ടിയെടുക്കണമായിരുന്നു കുറേയൊക്കെ. ഒരു കട്ട മാത്രമായിട്ട് ഞങ്ങൾക്ക് ഇത് പോകും. അതിൻ്റെ ഒരു ചെറിയ ഭാഗത്തിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ടൊമാറ്റോ സോസ് കൂട്ടി നൂഡിൽസ് കഴിച്ചു. ഓക്കെ, എല്ലാവർക്കും എല്ലാവർക്കും ബൈ. മാഗിൻ്റെ സോസ് ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞതില്ല മാഗിയുടെ സോസ് ഉണ്ടെങ്കിൽ